വർമ്മ നാഡി ചാനൽ വഴി എങ്ങനെ ഇൻറ്റേർണൽ എനർജി ഇൻറ്റേർണൽ ഓർഗൻസിനിടയിൽ ഒരു എനർജി ഫ്ലോ ഉണ്ട്. ആ എനർജി ഫ്ലോ നല്ല കണ്ടീഷനിലിരുന്നാൽ ഒരു അസുഖവും ഉണ്ടാവില്ല. ഇൻറ്റേർണൽ ഓർഗൻസ് എനർജി ഫ്ലോയിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഹോമിയോസ്റ്റാറ്റിസ്. എൻ്റെ പേര് ഹോമിയോസ്റ്റാറ്റിസ്. ആ എനർജി ഫ്ലോ ഉണ്ടാക്കുന്ന രണ്ട് സ്പെഷ്യൽ നാഡീസാണ് പൈസിനി ആൻഡ് വിശ്വോദര. മറ്റു നാഡികളിലൊക്കെ ആധാരത്തിൽ കണക്റ്റായിന്ന് ഒവ്വൊരു ഏരിയയിൽ മാത്രമേ പോകൂ. മൂലാധാരത്തിൽ കണക്റ്റായാൽ അത് ഒരു ഇടത്ത് ഒരു എൻഡിങ്, ഒന്ന് സ്റ്റാർട്ടിങ് പ്ലേസ് ഏതെങ്കിലും ഒരു ആധാരം, അതിൻ്റെ എൻഡിങ് പ്ലേസ് ഒരു വർമ്മ പോയിന്റിൽ പോയി ഓപ്പൺ ആവും. അടുത്ത് അങ്ങനെ 96 നാഡി ചാനൽ അങ്ങനെയാണ്. കുറച്ച് നാഡി ചാനൽ മൂലാധാരത്തും, കുറച്ച് നാഡി ചാനൽ സ്വാധിഷ്ഠാനത്തിലും, കുറച്ച് നാഡി ചാനൽ വന്ന് മണിപൂരകം, കുറച്ച് നാഡി ചാനൽ അനാഹതം. അതിൽ ഞങ്ങൾക്ക് വിശുദ്ധി, ആജ്ഞ, അങ്ങനെ സഹസ്രാരം വരെ ചാനൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ ചില റെക്കോർഡ് പടി നാഡി ചാനൽ ചില മൂലാധാരത്ത് 3, സ്വാധിഷ്ഠാനത്തിൽ 7, മണിപൂരത്തിൽ 10, ചില അനാഹതത്തിൽ 41, അടുത്ത വിശുദ്ധിയിൽ 5, ആജ്ഞയിൽ 32. ഇങ്ങനെ ചിലതിൽ അതിൻ്റെ നമ്പർ മാറിയും വരും, കൂടിയും കുറഞ്ഞും വരും. അതിന് വന്ന് മാക്സിമം നാഡി ചാനൽ മൂലാധാരത്തിലുള്ള ഉറി നരമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മാതിരി ഇരിക്കും. ചില റെക്കോർഡ്സിൽ ചില വർമ്മ റെക്കോർഡ്സിൽ സ്വാധിഷ്ഠാനത്തിൽ നിന്നാണ് കൂടുതൽ നാഡി ചാനൽ അവിടെ നിന്ന് തിരിയുന്നു. 41 നാഡി ചാനൽ അവിടെയും തന്നെ തിരിയുന്നു. ഇങ്ങനെയൊക്കെ കുറച്ച് മാറുതലൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാ നാഡി ചാനലും സ്റ്റാർട്ടിങ് കണക്റ്റഡ് വന്ന് ആധാരാസ്, അതിൽ ചക്രാസായിട്ട് നമ്മൾ എനർജൈസ് ചെയ്യുമ്പോൾ, എനർജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നാഡി ചാനൽ വഴി അത് ട്രാവൽ ചെയ്ത് വർമ്മത്തെ ഇളക്കും. ഇതാണ് എല്ലാ നാഡി ചാനലിനും ഉള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് 10 നാഡി ചാനലിനെ യോഗ നാഡി ചാനൽ എന്ന് പറയുന്നുണ്ട്. അത് യോഗയിൽ ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് യോഗ നാഡി ചാനൽ. പക്ഷേ വർമ്മയിൽ അതിനേക്കാട്ടിലും കൂടുതലായിട്ട് ആ നാഡി ചാനൽ ഓപ്പണിങ് ആവശ്യം. അതുകൊണ്ട് വർമ്മയിൽ സാധാരണ ആ യോഗ നാഡി ചാനൽ 10+2, ആ +2 എന്ന് പറയുന്നത് പൈസിനി ആൻഡ് വിശ്വോദര. അതിൻ്റെ അടുത്ത് ഇനി 2 സരസ്വതി ആൻഡ് വരുണി. അതിൻ്റെ അങ്ങനെ 14, 24, 48, 96 എന്ന് പല നാഡി ചാനലിൽ പോകുന്നു. ഇതിൽ ഈ വർമ്മ വർമ്മ നാഡി ചാനൽ എന്ന് പറയുന്നത് പൈസിനി ആൻഡ് വിശ്വോദര. മറ്റേ 10 നാഡി ചാനലും യോഗയിലും വരും, വർമ്മയിലും വരും. ഈ പൈസിനി ആൻഡ് വിശ്വോദര ഇതൊക്കെ വന്ന് വർമ്മയിലാണ് കൂടുതൽ യൂസ് ആവുന്നത്. ഈ നാഡി ചാനലിലെ വിശേഷം എന്ന് വെച്ചാൽ ഇത് ഹൈ ലെവൽ വർമ്മൻ്റെ അത്തിച്ചുരുക്കി, ചെറിയ അത്തിച്ചുരുക്കി, വലിയ അത്തിച്ചുരുക്കിയിൽ വർമ്മത്തിൽ കണക്റ്റ് ആയിട്ടുള്ളതാണ്. അത്തിച്ചുരുക്കി എന്ന് വെച്ചാൽ അവർ ഈ സാധനങ്ങളിൽ അടിപെട്ടാൽ അവരുടെ ദേഹം കൂന് വിഴുന്നു പോവും, ഈ ബോൺസൊക്കെ ബെൻഡായി പോവും, ഇതാണ് ചുരുങ്ങിപ്പോവും. ഇതാണ് അതിൻ്റെ റീസൺ. ഇതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എന്തോന്ന് ഇത് യൂസ് ആവുമെന്ന് വെച്ചാൽ പൈസിനി ആൻഡ് വിശ്വോദര നാഡി ഇൻറ്റേർണൽ എനർജി ഫ്ലോ ഉണ്ടാക്കാൻ ഉള്ള ഒരു പ്ലസ് പോയിൻ്റ് അതിലൂടെ ഉണ്ട്. അതിൽ അടിപെട്ടാൽ, ആ വർമ്മയിൽ അടിപെട്ടാൽ മാക്സിമം ഇവിടെ പൈസിനി വിശ്വോദര നമ്മൾ എനർജൈസ് ചെയ്ത് അതിൽ നാഡി ചാനലിൽ എനർജി ഫ്ലോ കൊണ്ടുവന്നാൽ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാത്തിനും ചേർന്നിട്ടുള്ള ഒരു സർക്കിൾ ടൈപ്പ് എനർജി ഫ്ലോ ഉണ്ടാവും. കഴുത്തിൽ ഒരു മാല ഇട്ടിരിക്കുകയാണ്. ആ കഴുത്തിൽ തൊട്ട് മൂലാധാരം വരെ ആ മാല അങ്ങനെ നീണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങി ഇങ്ങനെ വരെ തിരിച്ചു പോകുന്നത് എങ്ങനെയുണ്ട്. ഇതേമാതിരി ഒരു എനർജി ഫ്ലോ ഉണ്ടാക്കുന്നതിന് പൈസിനി ആൻഡ് വിശ്വോദര. പൈസിനി ഇവിടെ നിന്ന് തുടങ്ങി എനർജി ഫ്ലോ ഇവിടെ കൊണ്ടുവന്നിട്ട് വിശ്വോദര ഇവിടെ നിന്ന് തിരിച്ച് ഇവിടെ കൊണ്ടുപോകും. അപ്പോൾ ഒരു മാല കഴുത്തിൽ ഇട്ടാൽ എങ്ങനെ ഇരിക്കുന്നത് അതേമാതിരി ഒരു എനർജി ഫ്ലോ ഇത് ചെയ്യുമ്പോൾ അത് എങ്ങനെ നിങ്ങളുടെ തൈറോയിഡിൽ എനർജി കണക്റ്റ് ആവും. തൈറോയിഡ്, തൈമസ്, അതിൻ്റെ അടുത്ത് വന്ന് സ്പ്ലീന്, അതിൽ പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ അഡ്രീനൽ, അതിൽ നിന്ന് താഴോട്ട് വന്ന് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, തിരിച്ച് മുകളിലോട്ട് പോയി വീണ്ടും അഡ്രീനൽ, വീണ്ടും പാങ്ക്രിയാസിൽ കണക്റ്റ് ആവും, പിന്നെ ലിവറിൽ കണക്റ്റ് ആവും, പിന്നെ ലങ്സിൽ കണക്റ്റ് ആവും, ഹാർട്ടിൽ കണക്റ്റ് ആവും, ഹാർട്ടിൽ നിന്ന് തൈമസിൽ നിന്ന് വീണ്ടും കഴുത്തിൽ പോയി തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡിൽ കണക്റ്റായി വരും. ഇതാണ്
ഒരു മാല കഴുത്തിലിട്ടാൽ ഉണ്ടാകുന്ന മാതിരി ഒരു എനർജി ഫ്ലോ. തൈറോയിഡ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് തുടങ്ങിയാൽ അതിലേ വന്ന് ഇത് വന്ന് റൈറ്റ് സൈഡ് വന്ന് തിരിച്ച് ഇത് എല്ലാ ഓർഗാൻസിനെയും ടച്ച് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ ഈ 2 നാഡീ ചാനലെയും ആക്ടിവേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ദേഹത്തിന് വേറെ ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ എൻഡോക്രൈൻ ഗ്ലാൻസ്, എക്സോക്രൈൻ ഗ്ലാൻസ്, ഹാർട്ട്, ലങ്സ്, ലിവർ എല്ലാത്തിനും ഒരു എനർജി ഫ്ലോ, യൂട്രസ്, പ്രോസ്റ്റേറ്റ് എല്ലാത്തിനും ഒരു എനർജി ഫ്ലോ കിട്ടും. ഈ എനർജി ഫ്ലോ ആണ് പറയുന്നത് ഹോമിയോസ്റ്റാറ്റിസ്, ഇൻറ്റേർണൽ എനർജി ഫ്ലോ. ഇത് ഒട്ടുമൊത്ത ഹെൽത്തിനും നല്ലതാണ്. ഇത് പർട്ടിക്കുലറാக 35 വയസ്സ് വരെ അവർക്ക് ഈ ഹോമിയോസ്റ്റാറ്റിസ് എനർജി ഫ്ലോ നല്ല രീതിയിലിരിക്കും. അത് വയസ്സാകും തോറും അതിന് ഈ എനർജി ഫ്ലോ കുറയുമ്പോഴാണ് ഡിസീസ് വരുന്നത്. ഈ എനർജി ഫ്ലോ കുറയുമ്പോഴാണ് കിഡ്നി പ്രോബ്ലം വരുന്നത്. ഈ എനർജി ഫ്ലോ കുറയുമ്പോൾ ലിവർ പ്രോബ്ലം വരുന്നത്. കിഡ്നി ആൻഡ് ലിവർ മൊത്തം രണ്ടും ഒന്നിച്ച് കുറച്ച് സ്ലോ ഡൗൺ ആക്ടിവിറ്റി ആയാണ് കണ്ണിൽ വന്ന് കാഴ്ചക്കുറവാണ് വരുന്നത്. കണ്ണിന് കാഴ്ചക്കുറവാകുന്ന പല റീസൺ വരുന്നത്. അതിൽ കിഡ്നി പ്ലസ് ലിവറിൻ്റെ എനർജി ഫ്ലോ ആണ്. അത് ചൈനീസുകാരൻ ലിവറിനുള്ള എനർജി ഫ്ലോ കൺകാഴ്ചയ്ക്ക് കണക്ഷൻ ഉണ്ടെന്നുള്ളത് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പേ നമ്മുടെ വർമ്മ നാഡി ചാനലിൽ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ വന്നതെന്ന് വെച്ചാൽ കിഡ്നിക്ക് എനർജി കിട്ടുന്നുണ്ട്, പ്രോസ്റ്റേറ്റ് യൂട്രസിന് കിട്ടുന്നുണ്ട്, അതിന് പാൻക്രിയാസിൽ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് എന്താണെന്ന് വെച്ചാൽ അഡ്രീനലിൽ കിട്ടുന്നത് ഫിയർ ആൻഡ് ആൻസൈറ്റി ക്ലിയർ ആവും. അതിൽ നിന്ന് കൂടെ വന്ന് എന്തെന്ന് വെച്ചാൽ പാൻക്രിയാസിൽ എനർജി ഫ്ലോ വരുമ്പോൾ ഡയബറ്റീസ് കൺട്രോളിൽ വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ലിവറിൽ എനർജി കണക്റ്റ് ആകുമ്പം ഫാറ്റി ലിവർ ഇതൊക്കെ ക്ലിയർ ആകും. അതിൽ നിന്ന് എനർജി വന്ന് ലങ്സിൽ കണക്റ്റ് ആകുമ്പോൾ ആസ്മ പോലെയുള്ള നോയ്കൾ ഇരുന്നാൽ ക്ലിയർ ആവും. അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി